സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ഭൂമിശാസ്ത്രപരമായി ചെറുതാണെങ്കിലും രാജ്യതലസ്ഥാനമായ ഡൽഹിക്ക് രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുണ്ട്. പല രാഷ്ട്രീയ ചരടുനീക്കങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്ന ഇടം കൂടിയാണ് ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ ആസ്ഥാന മന്ദിരവും പാർലമെന്റും പരമോന്നത നീതിപീഠവും സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി അതീവ സുരക്ഷാ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷയും രാഷ്ട്രീയ പ്രവർത്തനവും അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 231A വഴി ഡൽഹിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 70 അംഗങ്ങളുള്ള നിയമസഭ രൂപീകൃതമായത് 1992-ലാണ്. 1993 നടന്ന തിരഞ്ഞെടുപ്പിൽ BJP 70 സീറ്റുകളിൽ മത്സരിക്കുകയും 49 സീറ്റുകൾ നേടുകയും അധികാരത്തിലേറുകയും ചെയ്തു. പിന്നീട് 1998 നടന്ന തിരഞ്ഞെടുപ്പിൽ BJPയെ വെട്ടിലാക്കി കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് കാലഘട്ടമായിരുന്നു. ഷീലാ ദീക്ഷിതിനെ പോലുള്ള പവർഫുൾ നേതാക്കൾ പ്രവർത്തന മണ്ഡലമാക്കിയ പ്രദേശം കൂടിയായിരുന്നു ഡൽഹി. 2003-ലും 2008-ലും ഷീലാ ദീക്ഷിത് തന്നെയായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. കേരളം മുതൽ അങ്ങ് ജമ്മു വരെയുള്ള നേതാക്കൾ അടക്കി വാണിരുന്ന തലസ്ഥാനത്ത് പവർഫുൾ ലേഡി ഷീലാ ദീക്ഷിത് കാര്യക്ഷമമായ ഭരണം കാഴ്ചവെച്ചു. ജയറാം രമേശ്, AK ആന്റണി, മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. AAP ഭരണം പിടിച്ചെടുത്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് BJP ഭരണം തിരിച്ചുപിടിച്ചു. എങ്കിലും മണ്ഡലത്തിലുടനീളം കോൺഗ്രസ് വികാരം പ്രകടമാണ്. BJPയും AAPയും മാറി മാറി ഭരിച്ചെങ്കിലും ഡൽഹി ജനത കോൺഗ്രസിനോടൊപ്പമാണ് നിലകൊള്ളുന്നത്. പല അഭിപ്രായ സർവേകളും കോൺഗ്രസ് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനായി കോൺഗ്രസ് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാലിന്യ പ്രശ്നം, അന്തരീക്ഷ മലിനീകരണം എന്നീ വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. യുവതലമുറയിലെ കോൺഗ്രസ് നേതാക്കൾ അങ്കത്തട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, VD സതീശൻ, അജയ് മാക്കൻ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവർ അണിനിന്നു കഴിഞ്ഞു. കേരള ഘടകവും പൂർണ്ണ പിന്തുണയുമായി ഡൽഹി ഘടകത്തിനൊപ്പം ഉണ്ട്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.